ഹലോ ഗൈസ്, കുറേ കാലത്തിന് ശേഷം ഇതാദ്യം കുറേ കാലമായി ബ്രോ വീഡിയോ ഇടണം നോക്കുന്നത്. പക്ഷേ എങ്കിൽ എന്താ പറ്റുക, ഓരോരോ തിരക്കുകൊണ്ട് അങ്ങനെ ഇതാകുന്നത്. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ഇടേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മളെ ഈ ലാസ്റ്റ് ഒരു പേയ്മെൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് ആ ക്രെഡിറ്റ് ആയ എമൗണ്ട് നമ്മളെ ബഡ്ഡീസ് എന്ന് പറഞ്ഞ ആപ്പിലാണ് വരിക. ആ ആപ്പിൽ വരുമ്പം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള മണി എത്ര കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത് നോക്ക്, ഇതിൽ ക്യാഷ് 31 അല്ലേ, ക്യാഷ് 31 ക്രെഡിറ്റ് അതായത് കാർഡിൽ ക്രെഡിറ്റ് ആയത് 114. അപ്പം അതിൽ ഈ എക്സ്ട്രാസ് വരുന്നത് വെച്ചാൽ നമ്മളിപ്പം 12 ദിർഹംസിൻ്റെ മിനിമം ചാർജ്, ആ മിനിമം ചാർജിൽ നിന്ന് ഒരു ദിർഹം, അതായത് ഒരു 11 ദിർഹംസിനെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പം 12 ദിർഹംസ് മിനിമം ചാർജ് ഇല്ല, അപ്പം 1 എക്സ്ട്രാ കയറും. ആ എക്സ്ട്രാ കയറി പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ടോള് 4 ദിർഹംസ് അത് നമ്മളെടുക്കുന്നത് കട്ടാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് എത്ര ട്രിപ്സ് ഉണ്ടോ, ആ ട്രിപ്സ് 4 ട്രിപ്സ് ആകുമ്പം 4 ട്രിപ്സിൽ നമുക്ക് 4x2 ഒരു ട്രിപ്പിന് 2 ദിർഹംസ് വെച്ചിട്ടാണ് മറ്റേ RTIൻ്റെ ചാർജസും കാര്യങ്ങളും പിടിക്കുന്നത്. അതിൽ ബുക്കിംഗ് വരുന്നതാണെങ്കിൽ നമ്മളെ കരീമിൽ ബുക്കിംഗ് വരുന്നതാണ് 7.5 ദിർഹംസ് അതിൽ നിന്ന് കട്ടാവും. പിന്നെ നമ്മളെ സെഡിന്ന് ബുക്കിംഗ് വരുന്നതാണെങ്കിൽ 7 ദിർഹംസ്. പിന്നെ നമ്മളിപ്പം ഹയേർഡ് എന്നുള്ളത് 42 ദിർഹംസ് ആണ് ഹയേർഡ് വീട്ടിൽ. അപ്പോൾ ആ ഹയേർഡ് ഇൻറ്റു 0.87 പെർ കിലോമീറ്റർ ആണ് നമുക്ക് ചാർജ് വരുന്നത്. അപ്പം ഒന്നാമത് വരുന്നത് അതായത് നമ്മളെ ഫ്യൂൽ ചാർജ്, പിന്നെ വരുന്നത് ടോൾ ചാർജ്, പിന്നെ വരുന്നത് കരീം ഡിസ്പാച്ച് ചാർജ്, അതായത് കരീമിൻ്റെ ബുക്കിങ്ങും അല്ലെങ്കിൽ സെഡിൻ്റെ ബുക്കിങ്ങും വരുന്നത് അതിൻ്റെ ചാർജ് വരും. പിന്നെ ടോളിൻ്റെ ചാർജ്, അത്രയും ചാർജസ് ആണ് നമ്മൾ ഇതിൽ വരുന്നത്. അപ്പം അത് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ ടോപ്പിക് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.